കോട്ടർമ കാരണം പൊറുതി മുട്ടിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടായിരിക്കും എൻ്റെ ഇൻബോക്സിൽ അതിനുള്ള സൊല്യൂഷനായിട്ട് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ. നമ്മളത് ട്രൈ ചെയ്തു. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ വീടിൻ്റെ ചുമര് മൊത്തം അതിങ്ങനെ ഒലിച്ചിറങ്ങണം. അതിന് ഞാൻ ചെയ്തോടത്തുള്ള പ്രശ്നമാണോ അറിയില്ല. പിന്നെ ഇങ്ങനെ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ആ പൊടിയും വെള്ളം കൂടെ ഇറങ്ങിയിട്ട് ഈ വൈറ്റ് പെയിൻറ്റിൽ അതിങ്ങനെ പാടായിട്ട് നിൽക്കുകയാണ്. അത് സ്പ്രേ ചെയ്യായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിലേറെ എഫക്റ്റീവ് ആവുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ പുറത്തല്ലേ, ഒരു ഓപ്പൺ സ്പേസ് അല്ലേ, അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്മെല്ലൊന്നും അധിക സമയം നിൽക്കുന്നില്ല. ഈ സാധനങ്ങളെ മേൽക്കൊരു വെള്ളമായാൽ അവരിങ്ങനെ മാറൂലേ, ആ ഒരു എഫക്റ്റേ കിട്ടണുള്ളൂ. വൈകുന്നേരമായി മഴ ചാറ്റി പോയിങ്ങാണ്ട് ലേറ്റ് ഇട്ടാൽ വീണ്ടും ഇതേ അവസ്ഥയാണ് കേട്ടോ. പിന്നെ കെമിക്കൽ കുറേ ഐറ്റം മരുന്നുകൾ പലരും എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ വീട്ടിൽ 2-3 വയസ്സായ കുട്ടികളാണ്. നമ്മൾ അതെന്തായാലും ഇപ്പോൾ ട്രൈ ചെയ്യുന്നില്ല. നമ്മളൊരു പ്രാവശ്യം വീട്ടിൽ നിന്ന് ഉമ്മയൊക്കെ മാറി വീടിൻ്റെ ഫുള്ള് ഭാഗം അടിച്ചതായിരുന്നു. പിറ്റേ വർഷം വീണ്ടും ഇതാണ് അവസ്ഥ. അതൊക്കെ തൽക്കാലത്തേക്ക് മാത്രമേ ഒരു പരിഹാരമാവുന്നുള്ളൂ. പിന്നെ ഒരാൾ പറഞ്ഞിരുന്നു ലൈറ്റ് ഇട്ടിട്ടാണ് എന്നുള്ളത്. ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് തീ കത്തിച്ചാൽ ആ തീൻ്റെ വെളിച്ചം കണ്ട് അവിടേക്ക് അവർ വന്ന് അതിൽ ചാടി ചാകുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ട്രൈ ചെയ്തിട്ടും ഒരു രക്ഷയില്ല കേട്ടോ. കുറച്ച് സമയം ഇങ്ങനെ അവർ പോവും, പിന്നെ ലൈറ്റ് ഇട്ടാൽ കൂട്ടത്തോടെ വരും. രാവിലെ ആവുമ്പോൾ മുകളിലൊക്കെ, വീടിൻ്റെ മുകൾ ഭാഗം ഓടാണ്, അവിടെയൊക്കെ ചെല്ലുമ്പോൾ നിലത്തൊക്കെ ഒന്നായിട്ട് വീണ് കിടക്കുക കേട്ടോ. ഇത് കണ്ടോ, അവരെ മേൽന്നൊരു തരി ചാടുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ കാഷ്ടാണോ എന്താവൊന്നും അറിയില്ല. അത് വല്ലാത്തൊരു ഇറിറ്റേറ്റിംഗ് ആണ്. മേലൊക്കെ ആയാൽ വല്ലാത്തൊരു ഇറിറ്റേഷൻ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ സ്മെല്ല് കിട്ടിയിട്ടാണ് അവർ വീണ്ടും വരുന്നതെന്ന് അതും അറിയില്ല. ഇനിയിപ്പോൾ അവരുടെ എന്താ പറയുക, മുട്ട അങ്ങനത്തെ അല്ലെങ്കിൽ പ്രത്യുൽപാദനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാധനമാണോ എന്ന് അതും അറിയില്ല. കൂറച്ചോക്കയൊക്കെ വരച്ചിട്ട് വല്ല അമൃതപ്പൊടി കൊടുത്ത മാതിരിക്കാണ്. ഇതേ മഴക്കാലം കഴിയാതെ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല.